നടി തമന്ന ഭാട്ടിയെ മൈസൂർ സാൻഡൽ സോപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറാക്കിയതിൽ പ്രതിഷേധവുമായി കന്നഡ സംഘടനകൾ. കന്നഡ താരങ്ങൾ ഒഴിവാക്കി തമന്നയെ നിയമിച്ചതിനെതിരെയാണ് പ്രതിഷേധം. 2 വർഷത്തേക്ക് 6.2 കോടി രൂപയ്ക്കാണ് തമന്നയുമായി കർണാടക സർക്കാർ ഒപ്പുവെച്ചത് കരാറിൽ. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീധരൻ, തമന്നയ്ക്ക് എന്താണ് പ്രശ്നം? പ്രാദേശികവാദമാണോ ഉയർന്നു വരുന്നത്? കന്നഡ പ്രാദേശികവാദം ഉയർത്തിയാണ് കന്നഡ സംഘടനകൾ ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് കർണാടകയിൽ തന്നെ സാൻഡൽവുഡിൽ തന്നെ നിരവധി താരങ്ങൾ ഉള്ളപ്പോൾ അവരെ ഒന്നും വെക്കാതെ മൈസൂർ സാൻഡൽ സോപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തമന്നയെ വെച്ചത് ശരിയല്ല എന്നാണ് കന്നഡ സംഘടനകളുടെ വാദം. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് കന്നഡ സംഘടനകളുടെ നേതൃത്വത്തിൽ മൈസൂർ സാൻഡൽ സോപ്പിന്റെ ഫാക്ടറിയിലേക്ക് ആസ്ഥാനത്തേക്കൊക്കെ മാർച്ചും പ്രതിഷേധവുമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഏതായാലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് വ്യവസായ വകുപ്പ് മന്ത്രി MB പാട്ടീൽ അറിയിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പാൻ ഇന്ത്യൻ ഇമേജുള്ള ഒരു നടിയാണ് തമന്ന എന്നുള്ളത്. വലിയ മാർക്കറ്റാണ് മൈസൂർ സാൻഡൽ സോപ്പ് വരും വർഷങ്ങളിലൊക്കെ ലക്ഷ്യമിടുന്നത്. 2028 ഏതാണ്ട് 5000 കോടിയോളം രൂപയുടെ വിറ്റുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തമന്നയെ പോലുള്ള പാൻ ഇന്ത്യൻ ഇമേജുള്ള ഒരു നടി, അത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഒരു നടി, അവരെ ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നത് ഗുണമാകും എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഇത് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമല്ല, എക്സിക്യൂട്ടീവ് ബോർഡ് ചേർന്ന് എടുത്ത തീരുമാനമാണെന്നും MB പാട്ടീൽ അറിയിക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രതിഷേധം കൊണ്ട് ഈ തീരുമാനത്തിൽ മാറ്റമില്ല. അടുത്ത 2 വർഷത്തേക്ക് തമന്നയുമായി സർക്കാർ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഏതാണ്ട് 6 കോടിയോളം രൂപയ്ക്കാണ് ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്.